ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിൽ നിധിയുടെയും സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ സാന്ദ്ര രാജുവിൻ്റെ മുറിയിൽ കയറി നിധിയുടെ ആധാർ എടുക്കുകയാണ്. ആധാറിൻ്റെ നമ്പർ എഴുതി നിധിക്ക് വാട്സപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അക്ഷയിൽ നിന്ന് പുതിയ ആധാർ എടുക്കാമെന്ന് എഴുതിയാണ് എടുക്കുന്നത്. സാന്ദ്ര ആധാർ എടുക്കുന്നതും എഴുതുന്നതുമല്ല അതിനൊളിഞ്ഞു നിന്ന് കാണുകയാണ്. അതിനുശേഷം സാന്ദ്ര എഴുതിയ നമ്പർ നിധിക്ക് വാട്സപ്പ് അയച്ചു കൊടുത്തിട്ട് ഒരു നോട്ട് വിടുന്നുണ്ട്. നിധി, ഇതാണ് നിൻ്റെ ആധാറിൻ്റെ നമ്പർ, ഇതെടുത്തിട്ട് നീ പുതിയ ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷിക്കണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് അവിടെ താമസം മാറി ജോലിക്ക് അപേക്ഷിക്കുകയൊക്കെ ചെയ്യണമെന്ന് സാന്ദ്ര നിധിക്ക് വോയിസ് നോട്ട് ഇടുന്നുണ്ട്. ഇത് കേൾക്കുന്ന നിധിക്ക് വലിയ സന്തോഷമാകുന്നു. ഈ സമയത്ത് നിധിയെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാമെന്ന് കരുതി നിതീഷ് വീടൊക്കെ തൂത്ത് വൃത്തിയാക്കുകയാണ്. കുറേ ചവറെല്ലാം തൂത്ത് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് നിധി അങ്ങോട്ട് വരുന്നത്. ഇങ്ങോട്ട് വരല്ലേ നിധി, ഞാനിവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കാമെന്ന് പറയും. ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വന്നതാ സുധീഷ്. എന്താ നിധി? അത് എനിക്ക് ആധാർ ശരിയായി. ആധാർ അതെങ്ങനെ? സാന്ദ്രയുടെ എനിക്ക് ആധാറിൻ്റെ നമ്പർ അയച്ചു തന്നു. ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് അക്ഷയയിൽ പോയി ഡ്യൂപ്ലിക്കേറ്റ് ആധാറിന് വേണ്ടി അപേക്ഷിക്കാമെന്ന് പറയും. ഇത് കേൾക്കുന്ന സുധീഷിനങ്ങ് ഭയങ്കര വിഷമമാവും. എങ്ങനെയെങ്കിലും ആധാർ ഇല്ലാത്തതുകൊണ്ടാണ് ഇതുവരെ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചത്. ഇനിയും പ്രശ്നമാകും എന്നുള്ള ടെൻഷനാണ്. അപ്പോഴത്തേക്ക് പറയും, നമുക്കിപ്പോൾ തന്നെ പോയാലോ? ഇപ്പം തന്നെ പോവാം. എന്തായാലും സുധീഷ് ഇതെല്ലാം തൂത്തതല്ലേ, തൂത്ത ചവറെല്ലാം പുറത്ത് കൊണ്ട് കളാം, അല്ലെങ്കിൽ കാറ്റടിച്ച് പിന്നെ ഇതെല്ലാം അകത്ത് കയറി പോകുമെന്ന് പറയും. നിധിക്ക് മനസ്സിലാവും നിധി ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടി സുധീഷ് എങ്ങനെയൊക്കെ ചെയ്തതെന്ന്. പക്ഷേ സുധീഷിനത് മനസ്സിലാവുകയും ചെയ്തു. സുധീഷ് പിന്നെ അതെല്ലാം അടിച്ച് വാരി വൃത്തിയാക്കി കൊണ്ട് കളയും. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി അക്ഷയയിലോട്ട് പോകും. അക്ഷയയിൽ ചെല്ലുന്ന സമയത്ത് നിധിയുടെ മൊബൈൽ നമ്പരും ആധാറുമായിട്ട് ബന്ധപ്പെടുത്തിയ ഫോൺ നമ്പർ വേണം അവിടെ കൊടുക്കാൻ. അപ്പോൾ അതിലാണ് OTP വരുന്നത്. അപ്പോൾ അവിടെ ചോദിക്കും, ഇപ്പം മൊബൈൽ നമ്പറിലോട്ട് ഈ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തേക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരും, അത് പറഞ്ഞു തരാൻ പറയും. അപ്പം നിധി പറയാം, ആ ഫോൺ ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലെന്ന് പറയും. ഇല്ലയോ, ആ നമ്പറിലോട്ട് OTP വരത്തുള്ളൂ എന്ന് പറയും. ഇത് കേൾക്കുന്ന നിധിക്ക് അങ്ങ് ടെൻഷനാവും. അപ്പോഴത്തേക്ക് പെട്ടെന്ന് സുധീഷിനങ്ങ് നല്ല സന്തോഷമാവും. സുധീഷ് പറയും, ദൈവമേ, അതെന്തായാലും കാര്യമായി. ആ ഫോൺ നഷ്ടപ്പെട്ടു പോയല്ലോ. പിന്നല്ലേ നികേഷുമായിട്ട് പോയി പുതിയ സിം എടുത്ത് ഫോണൊക്കെ ശരിയാക്കി എടുത്തത്. അപ്പോൾ ആ നമ്പറിലോട്ടേ എന്തായാലും OTP വരത്തുള്ളൂ. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് അത് നടക്കത്തില്ല. ആ നമ്പറിലോട്ടേ വരത്തുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കണമെന്ന് പറയും. അതങ്ങ് നിധിക്ക് ഭയങ്കര വിഷമാവും. എങ്കിൽ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടി അക്ഷയയിൽ നിന്ന് അങ്ങ് തിരിച്ചിറങ്ങും. പിന്നെ കാണിക്കുന്നത് സാന്ദ്ര അരുണിനെയാണ്. സാന്ദ്ര ഫോൺ ചാർജ് ഇല്ലാത്തതുകൊണ്ട് കുത്തിയിട്ടിരിക്കുകയാണ്. അതിനുശേഷം ഫോൺ ഊരുന്ന സമയത്ത് അരുൺ വരും. നിൻ്റെ ഫോൺ ചാർജ് ആയോ? ആയിരുന്നേട്ടാ, എങ്കിൽ എൻ്റെ ഫോണിൽ കുത്തിയിട്ടേക്കാൻ പറയും. അപ്പോഴത്തേക്കൊരു മെസ്സേജ് വരും. മെസ്സേജിനകത്ത് നോക്കുമ്പോൾ ഒരു OTP ആണ്. ഇതെന്താ ഒരു OTP? ആധാറിൻ്റെ OTP എന്ന് പറഞ്ഞാൽ കിടക്കുന്നത്. അപ്പോൾ ശരിക്കും ഞാൻ ആധാറിനൊന്നും ഡ്യൂപ്ലിക്കേറ്റ് ആധാറിനൊന്നും അപ്ലൈ ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്താ എനിക്ക് ആധാറിന് നമ്പർ വന്നതെന്ന് പറയും. ഉടനെ അരുൺ പറയും, എന്താ ആധാറിന് ശരിയാക്കാനുള്ള OTP ആണോ വന്നതെന്ന് പറയും. അതെ, നീ നിൻ്റെ നാത്തൂന് അയച്ചു കൊടുത്തില്ലായിരുന്നു അവളുടെ ആധാർ നമ്പർ, അതിന് പകരം വന്നതായിരിക്കും. മനസ്സിലായില്ല? നീ എന്ത് കരുതി ഞാൻ മണ്ടനാണോ? നീ അച്ഛൻ്റെ മുറിയിൽ കയറി അവളുടെ ആധാർ എടുക്കുന്നതും അതിൻ്റെ നമ്പർ എഴുതി എടുക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. അതറിഞ്ഞുകൊണ്ട് തന്നെ ആ നമ്പർ ഞാൻ മാറ്റിയിട്ട് നിൻ്റെ ആധാർ നമ്പറാണ് ഞാനിവിടെ എഴുതി വെച്ചത്. നീ അവൾക്ക് വാട്സപ്പ് ചെയ്ത് കൊടുത്തതും നിൻ്റെ ആധാർ നമ്പർ, അതുകൊണ്ടാണ് നിൻ്റെ ഫോണിലേക്ക് OTP വന്നതെന്ന് പറയും. അപ്പോഴത്തേക്ക് സാന്ദ്രയ്ക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല. അരുണ് ചോദിക്കും, സ്വന്തം അച്ഛനും അമ്മയ്ക്കും സഹോദരനും ഇല്ലാത്ത എന്ത് ബന്ധവും നിനക്ക് അവളോട്? നീ ആത്മാർത്ഥതയൊന്നും അവളോട് കാണിക്കണ്ട. ഞങ്ങളെല്ലാവരെയും ചതിച്ചും വെല്ലുവിളിച്ച് ഇറങ്ങി പോയവളെ അവളെ ഈ വീട്ടിൽ നിന്നോട്ട് അവളെ സഹായിക്കാമെന്ന് നീ പ്രതീക്ഷിക്കാൻ വേണ്ടെന്ന് പറയും. ഇത് കേൾക്കുന്ന സാന്ദ്രയ്ക്ക് നല്ല വിഷമമാവുന്നുണ്ട്. അതിനുശേഷം സാന്ദ്ര ഇങ്ങനെ വിഷമിച്ചിരിക്കും. കുറച്ച് കഴിയുമ്പം നിധിക്കൊരു കോൾ വരും. അപ്പോൾ സാന്ദ്ര നിധി, എന്നോട് ക്ഷമിക്കണം മോളെ. എന്താ ഏട്ടത്തി? അത് നിനക്കിപ്പം ഞാൻ അയച്ചു തന്നത് എൻ്റെ ആധാർ നമ്പറാണെന്ന് പറയും. സാന്ദ്ര എടുത്തിട്ട് ആധാർ നമ്പർ അതെന്തിനാ? അത് ഞാൻ നിൻ്റെ ആധാർ നമ്പറാണ് ഞാൻ എഴുതി വെച്ചത്. പക്ഷേ അത് അരുണേട്ടൻ കണ്ടു. അരുണേട്ടൻ നിനക്ക് ആധാർ കിട്ടാതിരിക്കാൻ വേണ്ടി എൻ്റെ ആധാർ നമ്പർ എടുത്ത് എഴുതി തന്നതെന്ന് പറയും. അതുകൊണ്ട് അത് ശരിയാവത്തില്ല, എനിക്ക് അതിൻ്റെ OTP എൻ്റെ ഫോണിലോട്ടാണ് വന്നതെന്ന് പറയും. സാരമില്ല ഏട്ടത്തി, മറ്റെന്തെങ്കിലും മാർഗ്ഗം കണ്ടെത്താമെന്ന് പറയും. അങ്ങനെ നിധിയും സുധീഷും കൂടി വേറൊരു കടയിൽ ചെല്ലും. സുഭാഷ് എടുത്ത് പറയും, സുഭാഷ് ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് ഇവിടുന്ന് ഒരു പുതിയ സിം എടുക്കാം. എൻ്റെ പഴയ സിം തന്നെ കിട്ടുമെന്നറിയാം, നമുക്ക് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുമെന്ന് ചോദിക്കാമെന്ന് പറയും. അപ്പോൾ അയാൾ ചോദിക്കും, അത് കിട്ടും, പക്ഷേ നിങ്ങളുടെ എന്തെങ്കിലും പ്രൂഫ് തരണമെന്ന് പറയും. ഒന്നീ ആധാറോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റോ എന്തെങ്കിലും. അവിടെ ആധാറാണ് പ്രശ്നം, അവിടെയും ആധാർ ഇല്ലല്ലോ. അപ്പോൾ ആധാറിന് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഫോൺ നമ്പറുള്ള സിമ്മുള്ള ഫോൺ വേണം താനും. അവിടെയും കിടക്കില്ല. അപ്പം എന്തെങ്കിലും ഒരു പ്രൂഫ് വേണം. ആധാർ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്, അല്ലാതെ നമുക്ക് ആ പഴയ സിം എടുക്കാൻ പറ്റത്തില്ലെന്ന് പറയും.
അപ്പോൾ അത് നടക്കത്തില്ല, അവിടെ നിന്ന് തിരിച്ചിറങ്ങും. അതിനുശേഷം നിധി പറയും, എൻ്റെ പഴയ സിം ഇപ്പം കുറച്ചാളായല്ലോ അത് ഇതായിട്ട്, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ആ സിം ഇപ്പോൾ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് വിളിച്ചു നോക്കാമെന്ന് പറയും. അപ്പോൾ സുധീഷിനൊക്കെ പേടിയാവും. സുധീഷ് പറയും, അതൊന്നും വേണ്ട, താൻ വിളിക്കേണ്ട, ആരെ എന്താണെന്ന് അറിയാതെ വിളിക്കേണ്ടെന്ന് പറയും. അതൊന്നും കുഴപ്പമില്ല സുധീഷ്, ഞാൻ എന്തായാലും വിളിച്ച് സംസാരിക്കാം, നമുക്ക് ചോദിച്ചു നോക്കാം. എന്തായാലും ഞാൻ ആധാറിന് ശ്രമിക്കുമ്പം ആ ഫോൺ നമ്പർ ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതിന് വരുന്ന OTP മാത്രം ഒന്ന് പറഞ്ഞു തന്നാൽ മതിയല്ലോ, എന്തായാലും ഞാനിന്ന് വിളിക്കാമെന്ന് പറയും. സുധീഷ് പറഞ്ഞിട്ട് നിധി കേൾക്കത്തില്ല. വിളിക്കുമ്പം ഒരു ഔട്ട്സൈഡ് നിൽക്കുന്ന ആണാണ്. അപ്പോൾ അയാൾ വിളിക്കും ചെയ്യും, ഹലോ സാർ, എൻ്റെ പേര് നിധി എന്നാണ്, എൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി, അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന നമ്പറാണ് സാറിപ്പോൾ ഉപയോഗിക്കുന്നത്, അപ്പോൾ ആ നമ്പറിലോട്ടൊരു OTP വരും, എനിക്കതൊന്ന് പറഞ്ഞു തരുമോ, എനിക്ക് പുതിയ ആധാർ എടുക്കാൻ വേണ്ടിയാണെന്ന് പറയും. അപ്പോൾ അയാൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന അയാൾ പറയും, എനിക്കതിനും സമയമില്ല, ഞാൻ നല്ല ജോലി തിരക്കില്ല, ഇത് വലിയ ശല്യമായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുമാതിരി റൈസായിട്ട് സംസാരിക്കും. അപ്പോഴത്തേക്ക് നിധി പറയും, സാർ പ്ലീസ്, എനിക്ക് വളരെ അത്യാവശ്യമാണ് എനിക്ക് ആധാർ, അതുകൊണ്ട് സാർ വേറെ ഒന്നും ചെയ്ത് തരേണ്ട, ഒരു OTP വരുന്ന മാത്രം ഒന്ന് പറഞ്ഞു തന്നാൽ മതി സാർ, 2 മിനിറ്റ് പോലും എടുക്കത്തില്ലെന്ന് പറയും. അപ്പോൾ കൊട്ടും സമയമില്ല, പറ്റത്തില്ലെന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് അയാളങ്ങ് ചൂടാവും നിധിയോട്, നിധിയും തിരിച്ച് ചൂടാവും. ആദ്യമൊക്കെ ഭയങ്കര റെസ്പെക്റ്റായിട്ട് സംസാരിക്കുന്നത്, പിന്നെ അങ്ങ് ചൂടായി സംസാരിക്കും. അപ്പോഴത്തേക്ക് പറയും, സുധീഷ് നടക്കുന്നില്ല, സുധീഷ് സംസാരിക്കാൻ പറയണം. സുധീഷ് വിളി സംസാരിക്കും. സുധീഷിനൊക്കെ ചോദിക്കും, നീ ആരാടാ എന്നൊക്കെ പറയും. സാർ പ്ലീസ്, ആ ആധാർ അതിൽ വരുന്ന OTP മാത്രം ഒന്ന് പറഞ്ഞു തന്നാൽ മതി, ഞങ്ങൾക്ക് പുതിയ ആധാർ എടുക്കാൻ വേണ്ടിയ പുതിയ ഈ സിമ്മും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം എന്നൊക്കെ പറയും. അയാൾ അതിനൊന്നും കേൾക്കത്തില്ല, അയാൾക്ക് ദേഷ്യമാണ്. നമ്മളെ നടക്കത്തില്ല നിധി, അയാളെ ചുമ്മാ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയെന്ന് പറയും. അങ്ങനെ അങ്ങ് ഫോൺ കട്ട് ചെയ്യും. ആ സമയത്താണ് നമ്മുടെ സുഭാഷ് ജോലിക്ക് പോകാനായിട്ട് റോഡിൽ കൂടെ നടന്നു വരുന്നത്. ആ സമയത്ത് സുഭാഷിനെ കാണുന്ന സുനന്ദ ഓടി വരാന്തയിലോട്ട് വരികയാണ്. ആ സിറ്റൗട്ടിൽ നിന്ന് സുഭാഷിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. സുഭാഷിനെ കണ്ട് സുനന്ദ ഇങ്ങനെ കരയുവാണ്. കാരണം ക്ഷേത്രത്തിൽ സമയത്തിന് ചെല്ലാൻ പറ്റില്ലല്ലോ. സുനന്ദ ഇറങ്ങിപ്പോകാനായിട്ട് ബാഗ് കൊടുത്തിറങ്ങിയ സമയത്ത് ലളിത ആത്മഹത്യ ഭീഷണിയൊക്കെ മുഴക്കിയാണ് സുനന്ദയെ ലളിതയുടെ വഴിക്ക് കൊണ്ടുവന്നത്. അപ്പം സുനന്ദയ്ക്ക് നല്ല വിഷമമുണ്ട്. സുനന്ദ സുഭാഷിനെ കണ്ടങ്ങ് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് സുഭാഷിന് നല്ല വിഷമമുണ്ട്. സുഭാഷ് കുറച്ച് നേരം സുനന്ദ എങ്ങനെ നോക്കും. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് സുഭാഷ് നടന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് ആധാറിൻ്റെ ഒന്നും ശരിയാവാത്തതുകൊണ്ട് നിധിയും സുധീഷും കൂടി നേരെ അങ്ങ് വീട്ടിൽ വരും. അവിടെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അതിനുശേഷം ഇനി സാന്ദ്ര ആരും കാണാതെ ഇനി നിധിയുടെ ആധാർ നമ്പർ എഴുതി കൊടുത്തെങ്കിൽ മാത്രമേ നിധിക്കിനി ഡ്യൂപ്ലിക്കേറ്റ് ആധാറിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും കഥ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.